കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. വെങ്ങണിശ്ശേരി സ്വദേശി മഹേഷാണ് കൊല്ലപ്പെട്ടത്. 3 പേർ അറസ്റ്റ്. വേനൽ കനത്തതോടെ ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. സമാനതകളില്ലാത്ത കൊടും ചൂടിൽ വ്യാപകമായി കൃഷിനാശവും. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണമേറുന്നു. മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത വേണമെന്ന ആരോഗ്യവകുപ്പ്. ഡെങ്കിപ്പനിയും പടരുന്നു. കാലികളുടെ ലഭ്യത കുറവ്. ഇറച്ചിവില വീണ്ടും കൂട്ടാൻ മീറ്റ് മർച്ചന്റ് അസോസിയേഷന്റെ തീരുമാനം. ഇറച്ചിവില ഏകീകരിക്കുമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പായില്ല. തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. കേച്ചേരി ജംഗ്ഷൻ വികസനം കടലാസിലൊതുങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. വെങ്ങണിശ്ശേരി ശിവപുരം കോളനിയിൽ കാരാട്ടുവെട്ടിൽ സുരേഷ് മകൻ 27 വയസ്സുള്ള മഹേഷ് എന്ന മനുവാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. ശിവപുരം കോളനിയിൽ നെല്ലാത്ത് വീട്ടിലെ തർക്കം പരിഹരിക്കാൻ മനു ഇടപെട്ടതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. തർക്കത്തിൽ പരിഹാര ചർച്ച നടക്കുന്നതിനിടെ ജിഷ്ണു എന്നയാൾ പ്രതി മണികണ്ഠനെയും സംഘത്തെയും വിളിച്ചു വരുത്തി. മണികണ്ഠനും സംഘവും എത്തിയപ്പോൾ മനു അവിടെ ഉണ്ടായിരുന്നു. ചർച്ചയിൽ തർക്കമുണ്ടായതോടെ സംഘർഷം നടന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ മനു സുഹൃത്തിനൊപ്പം തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് സുഹൃത്തിന്റെ ബൈക്ക് മടക്കി കൊടുക്കാനായി കോടന്നൂരിൽ കാത്തു നിൽക്കുകയായിരുന്നു മനു. ഈ സമയം സ്ഥലത്തെത്തിയ മണികണ്ഠൻ, പ്രണവ്, സുഹൃത്ത് ആഷിഖ് എന്നിവർ ചേർന്ന് മനുവിനെ ആക്രമിച്ചു. ഹോക്കി സ്റ്റിക്ക് കൊണ്ടുള്ള അടിയേറ്റ് വീണ മനുവിനെ റോഡിൽ ഉപേക്ഷിച്ച് പ്രതികൾ മടങ്ങി. മനുവിന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായിരുന്നു നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും മനു മരിച്ചിരുന്നു. ഫർണിച്ചർ കുത്തുപണി തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട മഹേഷ്. സംഭവത്തിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടന്നൂർ സ്വദേശികളായ കൊടപ്പുള്ളി വീട്ടിൽ മണികണ്ഠൻ, പ്രണവ്, മാരാത്ത് വീട്ടിൽ ആഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. 2 കൊലപാതക കേസുകളിലെ പ്രതിയും കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ആളുമാണ് പ്രതി മണികണ്ഠൻ. മുമ്പ് നിരവധി കേസുകളിൽ പ്രതിയായ മണികണ്ഠൻ എന്ന് വിളിക്കുന്ന ആളാണ് ഇതിലെ 1ാം പ്രതി. പിന്നെ അയാളുടെ ബന്ധു സുഹൃത്തുക്കളും ഇതിലെ മറ്റു പ്രതികളാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മറ്റു പ്രതികൾ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ 1ാം പ്രതിക്ക് കാപ്പ നിയമപ്രകാരമുള്ള നിരോധന ഉത്തരവ് ഉള്ളതാണ്. അത് വയലേറ്റ് ചെയ്തതാണ് ഇന്നലെ പ്രതി ഇവിടെ വന്ന് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. വേനൽ കനത്തതോടെ ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. കൊടും ചൂടിൽ ഭൂഗർഭ ജലവിധാനം താഴുന്നു. മലയോര മേഖലകളിലും തീരമേഖലകളിലും കിണറുകൾ വറ്റിത്തുടങ്ങി. പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണമേറിയിരിക്കുകയാണ്. പാടങ്ങളും കുളങ്ങളും പതിവിലും നേരത്തെ വറ്റി. വരൾച്ച ഭീഷണിയിൽ വ്യാപകമായി കൃഷിനാശവും സംഭവിക്കുന്നുണ്ട്. വാഴാനി ഡാം വറ്റി വരളുന്നു. കുടിവെള്ളത്തിനും പരമ്പരാഗത നെൽകർഷകർക്കും അഭയകേന്ദ്രമായ വാഴാനി ഡാമിൽ വെള്ളം വറ്റുന്നു. കടുത്ത ചൂടും വേനൽ മഴ ഇല്ലാത്തതുമാണ് ഡാം വറ്റി വരളുന്നതിന് കാരണം. വാഴാനി ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം ഒട്ടനവധി പാടശേഖരങ്ങൾക്ക് ആശ്രയമാണെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ പരിമിതമായ വെള്ളമേ ഡാമിലുള്ളൂ. വേനൽ കനത്തതോടെ പനിബാധിതരുടെ എണ്ണമേറുന്നു. വിട്ടുമാറാത്ത ചുമയും ജലദോഷവും കടുത്ത ക്ഷീണവുമാണ് പനിബാധിതരിൽ കാണുന്നത്. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ച് വേലൂർ സ്വദേശിയായ യുവാവ് ഒരാഴ്ച മുമ്പ് മരിച്ചിരുന്നു. ഈഡിസ് കൊതുകുകളിൽ നിന്ന് പടരുന്ന ഡെങ്കിപ്പനി മഴക്കാല രോഗമാണെങ്കിലും നിലവിൽ പടരാനുള്ള കാരണം വ്യക്തമല്ല. വേനൽ കടുത്തതോടെ ജില്ലയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ്. ഇതുമൂലം മഞ്ഞപ്പിത്തം പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. അറവ് മൃഗങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ഇറച്ചിവില കൂടുന്നു. ഇറച്ചിവില വീണ്ടും ഉയർത്താൻ ഓൾ കേരള മീറ്റ് മർച്ചന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. അറവ് മൃഗങ്ങളെ ലഭിക്കാനില്ലെന്നും കാലികൾക്ക് വൻ വില നൽകേണ്ടി വരുന്നതായും അസോസിയേഷൻ പറയുന്നു. പോത്തിറച്ചിക്ക് ഇനിയും വില വർദ്ധിക്കും. പന്നിയിറച്ചിക്ക് നേരത്തെ വില വർദ്ധിച്ചിരുന്നു. ഇതേസമയം ഇറച്ചിവില ഏകീകരിച്ചുള്ള അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല. പലയിടത്തും പല രീതിയിലാണ് വില ഈടാക്കുന്നത്. പോത്തിറച്ചി കിലോയ്ക്ക് 360 മുതൽ 440 രൂപ വരെ ഈടാക്കുന്നുണ്ട്. ആട്ടിറച്ചി പലയിടത്തും പല വിലയാണ്. വില ഏകീകരണം ഇനിയും നടപ്പിലായിട്ടില്ല. ഇതേസമയം പലയിടത്തും ഉരുക്കളെ അറക്കുന്നത് അംഗീകൃത അറവുശാലകളിലല്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങളിലും മാംസ വിൽപ്പന നടക്കുന്നുണ്ട്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഗതാഗതക്കുരുക്ക് പലപ്പോഴും മണിക്കൂറുകൾ നീളുക പതിവാണ്. തൃശൂർ കുറ്റിപ്പുറം 4 വരിപ്പാത കേച്ചേരിയിൽ എത്തുമ്പോൾ 2 വരിയായി ചുരുങ്ങിയ നിലയിലാണ്.
സ്ഥലം ഏറ്റെടുക്കുന്നതിലെ കാലതാമസം റോഡ് വീതി കൂട്ടുന്നതിന് തടസ്സമാവുകയാണ്. ഗുരുവായൂരിലേക്കുള്ള തീർത്ഥാടകരും നൂറുകണക്കിന് ചരക്ക് ലോറികളും കടന്നുപോകുന്ന പാതയിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാണ്. ഇതുമൂലം സ്വകാര്യ ബസ്സുകൾ കേച്ചേരി എത്തുന്നതിന് മുൻപ് വഴിതിരിഞ്ഞു പോവുക പതിവാണ്. പേരമംഗലം സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ട്രാൻസ്ഫോർമർ തകർന്നു. ആളപായമില്ല. മുണ്ടൂർ ഭാഗത്തു നിന്നും ഹരിയാന രജിസ്ട്രേഷനുള്ള മലയാളി ഓടിച്ചിരുന്ന കാറാണ് ഇടിച്ചത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ചൊവ്വാഴ്ച വരെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജലക്ഷാമം രൂക്ഷമായി. ജലവിതരണത്തിന് പരിധി ഏർപ്പെടുത്തിയതോടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ദുരിതത്തിലായി. ആശുപത്രിയിലെ കിയോസ്കുകളിൽ പലതിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കുടിവെള്ളത്തിനായി ഈ കിയോസ്കുകളെയാണ് ജനം ആശ്രയിച്ചിരുന്നത്. സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളിലും ഹോസ്റ്റലുകളിലും വെള്ളത്തിന് ക്ഷാമമാണ്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് പ്രതിദിനം 20 ലക്ഷം ലിറ്റർ വെള്ളമാണ് ആവശ്യം. ഇതിൽ 8 ലക്ഷം ലിറ്റർ വെള്ളമാണ് പീച്ചി ഡാമിൽ നിന്ന് ജല അതോറിറ്റി വിതരണം ചെയ്യുന്നത്. ശേഷിക്കുന്ന 12 ലക്ഷം ലിറ്റർ വെള്ളം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ തനത് സ്രോതസ്സുകളിൽ നിന്ന് 24 മണിക്കൂറും പമ്പ് ചെയ്താണ് എത്തിച്ചിരുന്നത്. വേനൽ കടുത്തതോടെ ക്യാമ്പസിലെ കുളത്തിലെ വെള്ളം വറ്റിയ നിലയിലാണ്. കുളം റീചാർജ് ചെയ്യാൻ ഈ വർഷം പീച്ചിയിൽ നിന്ന് കനാൽ വഴി തുറന്നുവിട്ട ജലം ക്യാമ്പസിലെ കനാലിൽ എത്തിയില്ല. കുഴൽ കിണറുകൾ പ്രവർത്തനയോഗ്യമാക്കി വെള്ളം എത്തിച്ചെങ്കിലും ആവശ്യത്തിന് തികയാതെ വന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയായ KMDS അറിയിച്ചതോടെ ടെസ്റ്റുകൾ വീണ്ടും തടസ്സപ്പെട്ടു. ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും പുതിയ ഹർജി ഫയൽ ചെയ്യുമെന്നും KMDS അറിയിച്ചു. ഭൂരിപക്ഷം ഡ്രൈവിംഗ് സ്കൂളുകളും KMDSന് കീഴിലാണെന്നിരിക്കെ പ്രതിഷേധത്തെ മറികടന്ന് ടെസ്റ്റുകൾ നടത്തുന്നത് മോട്ടോർ വാഹന വകുപ്പിന് എളുപ്പമായിരിക്കില്ല. പുതിയ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് KMDS പറയുന്നത്. CITU പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും പ്രതിഷേധം തുടരാനാണ് KMDSന്റെ തീരുമാനം. പരിഷ്കാരത്തിൽ ഇളവ് വരുത്തിയെങ്കിലും ഉത്തരവിൽ സെക്ഷൻ ഓഫീസർ ഒപ്പുവെക്കാത്തതിനാൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഇളവ് നിർദ്ദേശം ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇളവുകൾക്ക് മുൻപുള്ള നിർദ്ദേശപ്രകാരം ടെസ്റ്റ് നടത്താനാണ് നിലവിലെ തീരുമാനം. ആവശ്യമെങ്കിൽ പോലീസിന്റെ സുരക്ഷ തേടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചേലക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടം. കാറിൽ ഉണ്ടായിരുന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ മേപ്പാടം പ്രദേശത്താണ് അപകടമുണ്ടായത്. തിരുവില്ലാമല സ്വദേശികളായ 6 പേർ സഞ്ചരിച്ചിരുന്ന കാർ ആദ്യം വൈദ്യുതി തൂണിൽ ഇടിച്ച് തുടർന്ന് സമീപത്തുള്ള വീടിന്റെ ഗേറ്റിലും മതിലിലും ഇടിച്ചാണ് നിന്നത്. ചൊറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പറയുന്നു. അന്തരിച്ച തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജോസ് കാട്ടൂക്കാരന് സാംസ്കാരിക നഗരിയുടെ യാത്രാമൊഴി. അരനാട്ടുകരയിലെ വസതിയിൽ നിന്നും മൃതദേഹം പൊതുദർശനത്തിനായി അദ്ദേഹം ഏറെ നാൾ പ്രവർത്തിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും തുടർന്ന് പ്രഥമ മേയർ കുപ്പായമണിഞ്ഞ തൃശൂർ കോർപ്പറേഷനിലും എത്തിച്ചു. KPCC പ്രസിഡന്റ് K. സുധാകരൻ, P. ബാലചന്ദ്രൻ MLA, CPM ജില്ലാ സെക്രട്ടറി M. വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, മുൻ MPയും NCP സംസ്ഥാന പ്രസിഡന്റുമായ PC ചാക്കോ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്കായി റീത്ത് സമർപ്പിച്ചു. പിന്നീട് കോർപ്പറേഷനിൽ എത്തിച്ച മൃതദേഹത്തിൽ മേയർ MK വർഗീസ്, പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ, പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം തിരികെ വസതിയിലെത്തിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ബെന്നി ബഹനാൻ MP എന്നിവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ശ്രീ ജോസ് കാട്ടൂക്കാരൻ തൃശ്ശൂർ നഗരത്തിലെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു. വാർഡ് പ്രസിഡന്റ് മുതൽ തൃശ്ശൂരിലെ പ്രഥമ പൗരനായ മേയർ സ്ഥാനം വരെ അലങ്കരിച്ചിട്ടുണ്ട്. സംഘടനാപരമായും ജനപ്രതിനിധിയായും തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ച ഒരാളാണ്. എല്ലാവരുമായി നല്ല സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. ഈ നഗരത്തിൽ അദ്ദേഹത്തിന് വളരെ വലിയ ഒരു സൗഹൃദ വലയമുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മാറി മാറി വന്ന
തലമുറകളുമായിട്ടുള്ള അഭേദ്യമായ ഹൃദയബന്ധവും കുടുംബബന്ധവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖം മൂലമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടെങ്കിലും വലിയ ദുഃഖം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായും. കാരണം കോൺഗ്രസ് കുടുംബത്തിലെ കാരണവരായിട്ടാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ കരുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കുമായ വലിയൊരു സൗഹൃദ വലയത്തിനുമുണ്ടായ ആ വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നു. അരനാട്ടുകര സെന്റ് തോമസ് ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പ്രഥമ തൃശൂർ കോർപ്പറേഷൻ മേയർ ജോസ് കാട്ടുകാരന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന യോഗത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. കെ മുരളീധരൻ MP, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, ഡെപ്യൂട്ടി മേയർ ML റോസി, മുൻ MLA-മാരായ അഡ്വക്കേറ്റ് താരമ്പി രാമകൃഷ്ണൻ, TV ചന്ദ്രമോഹൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ചെപ്പല്ലൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, UDF ജില്ലാ ചെയർമാൻ KR ഗിരിജൻ തുടങ്ങിയവർ അനുശോചന പ്രസംഗം നടത്തി. അങ്ങനെ ഒരു നിലയാണ് അന്ന് ഈ ജില്ലയിൽ പാർട്ടിയെ നയിച്ചത്. അതുവരെ KK ബാലകൃഷ്ണൻ, പിന്നെ എല്ലാവരും ഉപദേശകനായിട്ട് ശ്രീ കുറൂർ നീരാടൻ നമ്പൂതിരിപ്പാട്. ഇതൊക്കെ അന്ന് തൃശ്ശൂരെ കോൺഗ്രസിൻ്റെ ഒരു ഘടനയാണ്. എന്നൊക്കെ പല ചർച്ചകളും മുരളി മന്ദിരത്തിൽ വെച്ച് നടന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇവരുടെയൊക്കെ സജീവ. അന്തരിച്ച ഗാനരചയിതാവ് GK പള്ളത്തിന് വിട. അയ്യന്തോളിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. P ബാലചന്ദ്രൻ MLA, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ഗാനരചയിതാവ് വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം പറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. സുഹൃതം, ഉദ്യാനപാലകൻ, സ്വയംവരപ്പന്തൽ, എഴുന്നള്ളത്ത് ഉൾപ്പെടെ 18 സിനിമകൾ സംവിധാനം ചെയ്തു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. 1981 പുറത്തിറങ്ങിയ അമ്പൽ പൂവ് എന്ന ചിത്രമാണ് ഇദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തത്. 6 ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി. കാറ്റും മഴയും എന്ന ചിത്രത്തിന് 2015 മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 2022 റിലീസ് ചെയ്ത ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന ചിത്രമാണ് അവസാനമായി സംവിധാനം ചെയ്തത്. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിയിൽ 2 തവണ അംഗമായിരുന്നു. ചലച്ചിത്ര താരം കനകലത അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. നാടകത്തിലൂടെയാണ് കനകലത സിനിമയിലെത്തിയത്. 350-ലധികം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. വാർദ്ധക്യ പുരാണം, ഹരികൃഷ്ണൻസ്, അനിയത്തിപ്രാവ്, കിരീടം, വർണ്ണപ്പകിട്ട്, രാജാവിന്റെ മകൻ, ആദ്യത്തെ കൺമണി, മിഥുനം എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോ കഞ്ചാവുമായി സ്ത്രീ പിടിയിൽ. ഒറീസ ഗഞ്ചം സ്വദേശിനിയായ തനു നഹാഗിനെയാണ് അറസ്റ്റ് ചെയ്തത്. സ്ത്രീകൾ ട്രെയിൻ മാർഗം വഴി കഞ്ചാവ് കടത്തുന്നതായുള്ള പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഈസ്റ്റ് SI പ്രമോദ്, ലഹരി വിരുദ്ധ സ്ക്വാഡിലെ SIമാരായ സുബ്രതകുമാർ, ഗോപാലകൃഷ്ണൻ, ASI ജീവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അതിരപ്പള്ളിയിലെ വാച്ചുമരം കോളനിയിൽ നിന്നും വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോയ വൃദ്ധയെ കാണാതായി. കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ അമ്മിണിയെയാണ് കാണാതായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഇവർ വിറകിനായി ഉൾവനത്തിലേക്ക് പോയത്. രാത്രിയായിട്ടും തിരിച്ചെത്താതായപ്പോൾ വീട്ടുകാർ മലക്കപ്പാറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വനപാലകരും പോലീസും തിരച്ചിൽ ആരംഭിച്ചു. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കരിമ്പനക്കൽ അലവിയുടെ 3 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപത്താണ് പുലി ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. വനംവകുപ്പ് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. വേലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കുട്ടിക്ക് പരിക്കേറ്റു. 12ാം വാർഡിലെ ക്ഷീരകർഷകനായ അറക്കൽ ദേവസി ലോറൻസിന്റെ പശുക്കുട്ടിയെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. പശുക്കുട്ടിയുടെ 2 ചെവികളും തെരുവുനായ്ക്കൾ കടിച്ചെടുത്തു. വാർഡിലെ വിവിധ പ്രദേശങ്ങളിലെ റോഡരികിൽ അറവും മാലിന്യം തള്ളുന്നതാണ് തെരുവുനായ്ക്കൾ വർദ്ധിക്കാൻ കാരണം. ഇതിനെതിരെ കളക്ടർ, ശുചിത്വ മിഷൻ, പഞ്ചായത്ത് എന്നീ ഓഫീസുകളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും എടുത്തില്ലെന്ന് വാർഡംഗം CD സൈമൺ പറഞ്ഞു. നിരവധി വളർത്തുമൃഗങ്ങൾ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിനിരയാകുന്നുണ്ട്. കാൽനട യാത്രക്കാരും തെരുവുനായ്ക്കളുടെ ഭീഷണിയിലാണ്.
കുരിയച്ചിറ അറവുശാലയ്ക്ക് സമീപം തൃശൂർ കോർപ്പറേഷൻ സ്ഥാപിച്ച OWC പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ സമരരംഗത്തേക്ക്. ബുധനാഴ്ച വൈകിട്ട് കുരിയച്ചിറ സെന്ററിൽ കടകളടച്ച് മനുഷ്യച്ചങ്ങലയും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ഫോർ ക്ലീൻ കുരിയച്ചിറ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. OWC പ്ലാന്റ് അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനാൽ ദുർഗന്ധവും ഈച്ചശല്യവും മൂലം കുരിയച്ചിറ നിവാസികളുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. മാലിന്യം ശരിയായ വിധത്തിൽ സംസ്കരിക്കാത്തതിനാൽ ദുർഗന്ധവും ഈച്ചശല്യവും മൂലം സമീപവാസികൾക്ക് താമസിക്കാനാകാത്ത സ്ഥിതിയാണെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ചെയർമാൻ ഡെവിസ് കൊച്ചുവീട്ടിൽ, കൺവീനർ ഡോക്ടർ ടോമി ഫ്രാൻസിസ്, VA ജോസ്മണി, ജോളി ജോൺ, തോമസ് V ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പോസ്റ്റ് ഓഫീസ് വഴി അയച്ച യുവതിയുടെ ATM കാർഡ് അടങ്ങിയ തപാൽ പോസ്റ്റ്മാൻ മറ്റൊരാളുടെ കൈവശം ഏൽപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിയതായി ആക്ഷേപം. അന്വേഷണത്തിനൊടുവിൽ ATM കാർഡ് തിരിച്ചുവാങ്ങി മേൽവിലാസക്കാരിക്ക് കൈമാറി. എറവ് പോസ്റ്റ് ഓഫീസിലാണ് സംഭവം. തപാൽ കൈപ്പറ്റിയെന്ന് തപാൽ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ട്രാക്ക് ചെയ്തപ്പോൾ കണ്ടെത്തിയതിനെ തുടർന്ന് യുവതിയുടെ പിതാവ് പോസ്റ്റ് ഓഫീസിലെത്തി അന്വേഷിച്ചപ്പോഴാണ് ATM കാർഡ് തിരികെ കിട്ടിയത്. എറവ് ആറാങ്കല്ല് ചാലിശ്ശേരി കുറ്റൂക്കാരൻ ചാക്കോയുടെ മകൾ അലീന ATM കാർഡിനായി SBIയുടെ അരിമ്പൂർ ശാഖയിൽ ഫെബ്രുവരി മാസത്തിൽ അപേക്ഷ നൽകിയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ATM കാർഡ് കിട്ടാതായപ്പോൾ ബാങ്കിനെ സമീപിച്ച് തപാൽ വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ അന്വേഷിച്ചപ്പോഴാണ് മാർച്ച് 20-ന് തപാൽ വിതരണം ചെയ്തതായി മനസ്സിലായത്. തുടർന്ന് അലീനയുടെ പിതാവ് ചാക്കോ എറവ് പോസ്റ്റ് ഓഫീസിലെത്തി തങ്ങൾക്ക് വന്ന തപാൽ എവിടെയെന്ന് കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെട്ടു. ട്രാക്കിംഗ് രേഖകൾ പ്രകാരം ഉടമസ്ഥൻ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പോസ്റ്റ് മാസ്റ്റർ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും ഒപ്പിട്ട് വാങ്ങിയതാരെന്ന് രേഖകൾ നോക്കി പറയണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് പ്രദേശവാസിയായ യുവാവാണ് ഒപ്പിട്ട് വാങ്ങിയതെന്ന് കണ്ടെത്തിയത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന അലീനയുടെ ATM കാർഡ് അടങ്ങിയ തപാൽ പിതാവ് ചാക്കോയ്ക്ക് പോസ്റ്റ് മാസ്റ്റർ ഇടപെട്ട് വാങ്ങി നൽകി. SBIയുടെ ATM കാർഡ് കിട്ടാൻ കുറെ വൈകിയതുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും ഒക്കെ പോയി അന്വേഷിച്ച് നടക്കായിരുന്നു. ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ കയറി വന്ന് എല്ലാ രേഖകളും പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ പോസ്റ്റ്മാൻ അടുത്തുള്ള ഒരു കടയിൽ ഏൽപ്പിച്ചേക്കുമായിരുന്നു. അയാളെ പേര് എഴുതി ഒപ്പിട്ട് കൊടുത്തുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ കറക്റ്റ് അയാളുടെ പേരും കാര്യങ്ങളെല്ലാം കിട്ടി. ആളുടെ അടുത്ത് സംശയം ചോദിച്ചപ്പോൾ ആള് വേഗം എടുത്ത് കാർഡ് എന്റെ മകളുടെ ATM കാർഡ് എടുത്ത് കൊണ്ടുവന്ന് തരികയും ചെയ്തു. ഇപ്പോൾ സാധനം എന്റെ കയ്യിൽ കിട്ടി. പക്ഷെ ഈ പോസ്റ്റ് ഓഫീസിന്റെ ആളുകള് ഒരു ബന്ധവും ഒരു പരിചയവും ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ഒപ്പിടിച്ച് മേടിക്കുന്നതില് അത്ര അങ്ങോട്ട് ഒരു റെസ്പോൺസിബിൾ ആണ് എന്ന് എനിക്ക് തോന്നിയില്ല. നിരവധി തപാൽ ഉരുപ്പടികൾ എറവ് പോസ്റ്റ് ഓഫീസിൽ മേൽവിലാസക്കാരന് എത്തിച്ചു നൽകാതെ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് ലഭ്യമായ വിവരം. പോസ്റ്റ് ഓഫീസിന്റെ വിതരണ പരിധി കൂടിയതും വ്യക്തികളുടെ മേൽവിലാസം പോസ്റ്റ്മാൻ അറിയാത്തതുമാണ് ഇത്തരം സംഭവങ്ങൾക്കിടയാക്കുന്നതെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. TCV ന്യൂസ്. കള്ളച്ചെത്ത് മദ്യവ്യവസായ സംയുക്ത യൂണിയനുകൾ ചൊവ്വാഴ്ച നടത്താനിരുന്ന സമരം ഉപേക്ഷിച്ചു. എക്സൈസ് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം ഉപേക്ഷിച്ചത്. ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന അരിഷ്ടക്കച്ചവടം അവസാനിപ്പിക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഉറപ്പ് നൽകിയതായി യൂണിയൻ നേതാക്കൾ അറിയിച്ചു. യൂണിയൻ നേതാക്കളായ AV ഉണ്ണികൃഷ്ണൻ, ദിലീപ് പരമേശ്വരൻ, CR പുരുഷോത്തമൻ, TR സുഖിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കേരളത്തിൽ മഴ കുറയുകയും ചൂട് അസഹനീയമാവുകയും ചെയ്ത സാഹചര്യത്തിൽ വരുണ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വരുണ ജപം സംഘടിപ്പിക്കാൻ ഒരുങ്ങി ഭക്തജന കൂട്ടായ്മ. ചൊവ്വാഴ്ച തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പടയനടക്കാവ് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ദേവന് 1000 കുടം ജലധാരയും കൂടാതെ വരുണ ബലിക്കല്ലിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് മന്ത്രപൂരിതമായ ജലത്തിൽ വേദജ്ഞർ പർജന്യ സൂക്തം ജപിച്ച് വരുണ ഭഗവാനെ പ്രീതിപ്പെടുത്തും. കൂടാതെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഋഷഭന് 108 കുടം ജല അഭിഷേകവും വടക്കുംനാഥന് പ്രത്യേക ശംഖാഭിഷേകവും നടത്തും. വാണിജ്യം. തൃശൂർ പൂങ്കുന്നം ആസ്ഥാനമായി 28 വർഷമായി പ്രവർത്തിക്കുന്ന MC മെട്രോ ഗ്രൂപ്പിന്റെ കീഴിലുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ കോടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപമുള്ള പട്ടാമ്പി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് നിർവഹിച്ചു. പാർലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. പ്രമോദ് മുഖ്യാതിഥിയായിരുന്നു. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് മുൻ ഡയറക്ടറും കെട്ടിടമുടമയുമായ പാവുണ്ണി, MC മെട്രോ ഗ്രൂപ്പ് ചെയർമാൻ MK സാജു, മാനേജിംഗ് ഡയറക്ടർ CA ജോൺസൺ, വൈസ് ചെയർമാൻ രാഖിൽ മുരളി, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് വിനീത് വാര്യർ, അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് സുമേഷ് TS, ജീവനക്കാരായ മൈക്രോ ബാങ്കിംഗ് ഇൻചാർജ് രശ്മി R. നായർ, അഖില സുജിൽ, ആൻസി ആന്റണി, ശ്രീലക്ഷ്മി ബൈജു, ബിനു വത്സൻ,
ഉപഭോക്താക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോടന്നൂർ ശാഖയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, IGL ബിസിനസ് ലോൺ, മൈക്രോ ഫിനാൻസ്, ഇൻഷുറൻസ്, മണി എക്സ്ചേഞ്ച് എന്നീ സേവനങ്ങളും ലഭ്യമായിരിക്കും. RBIയുടെ അനുവദനീയമായ പലിശകൾ മാത്രമാണ് ലോണുകൾക്ക് ഈടാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. വെങ്ങണശ്ശേരി സ്വദേശി മഹേഷാണ് കൊല്ലപ്പെട്ടത്. 3 പേർ അറസ്റ്റിൽ. വേനൽ കനത്തതോടെ ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. സമാനതകളില്ലാത്ത കൊടും ചൂടിൽ വ്യാപകമായി കൃഷിനാശം. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണമേറുന്നു. മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. ഡെങ്കിപ്പനിയും പടരുന്നു. കാലികളുടെ ലഭ്യതക്കുറവ്. ഇറച്ചിവില വീണ്ടും കൂട്ടാൻ മീറ്റ് മർച്ചന്റ് അസോസിയേഷന്റെ തീരുമാനം. ഇറച്ചിവില ഏകീകരിക്കുമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പായില്ല. തൃശൂർ കുന്നുകുളം റൂട്ടിൽ കേച്ചേരിയിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. കേച്ചേരി ജംഗ്ഷൻ വികസനം കടലാസിലൊതുങ്ങി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.